എല്ലാവരും ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾക്ക് ഇന്നൊരു മറുപടി തരാമെന്ന് കരുതി. തമ്മിലുള്ള കല്യാണത്തിന് എനിക്ക് താല്പര്യമില്ല. എല്ലാവരും കൂടെ നിർബന്ധിച്ച കാരണമാണ് എല്ലാത്തിനും സമ്മതം മൂടിയത്. ഞാനും ഏട്ടനും വർഷങ്ങളോളമായി ഇഷ്ടത്തിലാണ്. അത് ഒരാൾക്ക് മാത്രമേ അറിയുള്ളൂ, ചേച്ചിക്ക് മാത്രമേ അറിയുള്ളൂ. ചേച്ചി ഒന്നും മിണ്ടാണ്ട് വെക്കായിരുന്നു. സത്യം പറഞ്ഞില്ല, എനിക്ക് ഏട്ടല്ലാണ്ട് ഒരിക്കലും. കോടതിയിൽ വാദം പറയുക, എവിഡൻസ് എടുക്കുക, വാദം പറയുക, കോടതിയുടെ സമയം അനുസരിച്ചിട്ട് ഒരു വിധി എഴുതുന്നതായിരിക്കും. വിധി പേർപ്പിട്ടും പ്രൊസീജിയർ എല്ലാം 6 മാസം കഴിയുമ്പോൾ തന്നെ ഒരു 7 മാസം 8 മാസം. ഈ ഇങ്ങനെ ജെയ്സൽ നാട്ടിൽ വന്നത് 21-ാം തീയതിയാണ്. അതുപോലെ തന്നെ 30-ാം തീയതി ആയപ്പോഴത്തേക്കിന് വാളയാറ് ചെക്ക് പോസ്റ്റിൽ വെച്ച് ഈ മുഹമ്മദ് റാഫിയെയും ഈ ഷെഹല ഷെറിനെയും കുട്ടിയെയും കണ്ടെത്തുകയും 31-ാം തീയതി കോടതിയിൽ എത്തിക്കുകയും കോടതി 31-ാം തീയതി ഒരു പ്രവാസിയെ തേച്ചിട്ട് മൊബൈൽ ഷോപ്പുകാരൻ്റെ കൂടെ ഒളിച്ചോടി പോയ ഷഹല എന്ന ഒരു സ്ത്രീ ഉണ്ടല്ലോ, ആ സ്ത്രീയെയും കുട്ടിയെയും പോലീസ് പിടിക്കുകയും പിന്നെ നിയമപരമായിട്ട് ആ കുട്ടിയെ ഈ പറഞ്ഞിട്ടുള്ള പ്രവാസിയുടെ കയ്യിൽ ഏൽപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ കണ്ടാണ്. ഇപ്പം ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പം വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഷഹലയെ പറ്റിയിട്ട് കേൾക്കുന്നതും അതുപോലെ ഈ ഒളിച്ചോടിപ്പോയ ഈ നായ്ക്കാട്ടം റാഫി എന്നാണ് പറയുന്നത്. അവനെ പറ്റിയിട്ടൊക്കെ ഞെട്ടിക്കുന്ന കുറേ കാര്യങ്ങളാണ് ഇപ്പം എനിക്ക് അറിയാൻ സാധിച്ചത്. അപ്പം ആ നാട്ടിലുള്ള ഒരാൾ എനിക്ക് കോണ്ടാക്ട് ചെയ്തു. പുള്ളിക്കാരി കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. അതിന് ശേഷം ഞാനത് പറയാന് ശേഷം ഈ പറഞ്ഞിട്ടുള്ള ഒരു അഡ്വക്കേറ്റിൻ്റെ വീഡിയോ ഞാൻ വെച്ച് തരാം. എൻ്റെ വീഡിയോ കാണുന്ന ആളുകളൊക്കെ, കാരണം ഈ വീഡിയോ കണ്ടിട്ടാണ് ഈ ഷഹലയും കാമുകനെയും പിടിക്കാൻ സാധിച്ചത്. അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഓരോ ആളുകളെയും ലൈക്ക് കൊണ്ടിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഇനി സംഭവിക്കില്ല, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വിഷയം നല്ല രീതിയിൽ വിശദമായിട്ട് വീണ്ടും ഇങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു പ്രവാസിയുടെ എന്നല്ല, നാട്ടിലുള്ള ഒരാളുടെയും കണ്ണീര്, നാട്ടിലുള്ള ആളുകളും ഓടിപ്പോകുന്നുണ്ട്, പ്രവാസി മാത്രമല്ല. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് ഇപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം. ഇത് 10 പേരിലേക്ക് എത്തണം വീഡിയോ. കാരണം ഇനി ഒരു ഷഹലായും ഒരു പ്രവാസിയുടെയോ ഒരു നാട്ടിലുള്ള ആളുകളെയോ കണ്ണീര്, ആണായാലും പെണ്ണായാലും കണ്ണീര് ഇതുപോലെ കുടുംബം തകർത്ത് ഈ പറഞ്ഞിട്ടുള്ള പരിപാടി കാണിച്ചിട്ട് കുടുംബം തകർത്ത് കണ്ണീര് വീഴാൻ ഇടവരുത്തരുത്. അപ്പം എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ ആളുകളിലും വീഡിയോ എത്താൻ വേണ്ടിയിട്ടാണ്. ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ ഈ ഷഹലായി വെറുക്കുന്ന ആളുകൾ കൂടി ഒന്ന് ലൈക്ക് ചെയ്യണം. ഇവളെ സത്യം പറഞ്ഞാൽ എന്താണ് ഇവളെയൊക്കെ ചെയ്യേണ്ടത്? ആ പ്രവാസിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അയാളെ ജോലിയും പോയി, ഗൾഫിൽ നിന്ന് അയാൾ നാട്ടിലെത്തി. ഇനി അയാൾക്ക് മാനസികമായിട്ട് അയാൾക്ക് ഗൾഫിൽ കയറിപ്പോയി ജോലി ചെയ്യാൻ പറ്റുമോ, സാധിക്കുമോ? ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ എല്ലാവരും നിങ്ങളൊന്ന് വീഡിയോ ലൈക്ക് ചെയ്യണം, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുള്ളത് മാത്രമാണ് ഈ ഷഹലായെ ഇപ്പം പിടിക്കാൻ സാധിച്ചത്. 10 പേരിലേക്ക് വീഡിയോ എത്തിയോണ്ട് മാത്രം. അതുമാത്രമല്ല, ഷഹലായുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ കൂടുതൽ അറിയാൻ താല്പര്യമുള്ള ആളുകൾ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഫോളോ ചെയ്ത് വെക്കുക. ഇതുപോലുള്ള വിഷയങ്ങളിൽ. അതുപോലെ ഞാനൊരു കാര്യം പറയാം, വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പേ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ഒരു വിഷയം നിങ്ങളുടെ ഫാമിലിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്തു. ഇതുപോലെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനെ കൊണ്ട് ഞാനുണ്ടാവും. വീഡിയോ ചെയ്ത് ഇതുപോലെ നാണം കെടുത്തി ഉമ്മത്തിരിയാക്കണം, അതാണ് വേണ്ടുന്നത്. അപ്പം ധൈര്യമായിട്ട് സുഹൃത്തുക്കളെ, അത് ആണായാലും പെണ്ണായാലും ആര് ഇമാതിരി ശകല കാണിച്ച പരിപാടി കാണിക്കുന്നുവോ ഉറപ്പായിട്ട് നിങ്ങൾക്ക് തന്നെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് തന്നെ കോൺടാക്ട് ചെയ്യാം. ഫേസ്ബുക്കിൽ കണക്ട് ചെയ്യാം, ഇൻസ്റ്റഗ്രാമിൽ കണക്ട് ചെയ്യാം. അപ്പം ഉറപ്പായിട്ടും ഞാൻ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. ഇതുപോലെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ 1 രൂപ പോലും മേടിക്കാതെ നീതിക്ക് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ആർക്ക് വേണമെങ്കിലും എന്ത് വിഷയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഉറപ്പായിട്ടും ഞാൻ വീഡിയോ ചെയ്യും. കണ്ണൂർ നടന്നിട്ടുള്ള, എന്നെ ആളുകൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, കണ്ണൂർ നടന്നിട്ടുള്ള ഒരു കാനറ ബാങ്കിൽ നടന്നിട്ടുള്ള ഒരു മാനേജർ അവിടെ വന്നൊരു കർഷകനെ ഷൗട്ട് ചെയ്ത് അയാളെ നേരെ കാർക്കിച്ച് തുപ്പുന്ന രീതിയിൽ സംസാരിക്കുന്ന ഒരു ബാങ്ക് മാനേജർ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 1 മില്യണോളം ഫേസ്ബുക്കിനകത്ത് ആളുകൾ കണ്ടതാണ്. അപ്പോൾ അതുപോലെ ഒരുപാട് ആളുകളെ സത്യമാണെന്നുണ്ടെങ്കിൽ, പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും 1 രൂപ പോലും മേടിക്കാതെ ഞാൻ സഹായിച്ചിരിക്കും. വീഡിയോയിലൂടെ ആ നീതി ഞാൻ മേടിച്ചു കൊടുത്തിരിക്കും. ആ നെറികേട് കാണിക്കുന്ന ആളുകളെയൊക്കെ വലിച്ചു കീറി സമൂഹത്തിന് മുമ്പിൽ കാണിക്കുക തന്നെ ചെയ്യും. നാണം കേട്ടണം. അപ്പോൾ എല്ലാവരും ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, അതുപോലെ ഫോളോ ചെയ്യുക. ഇനി ഞാനിവിടെ ഒരു വീഡിയോ വെച്ചിടാം. അതുപോലെ അതിന് മുമ്പ് ഷാലയുടെ ഒരു കാര്യം പറയാം. ഇവൻ ബാംഗ്ലൂരെല്ലാം കൊണ്ട് നടന്ന് ഇവളെ കയ്യിലിരിക്കുന്ന സ്വർണ്ണം 13 പവൻ സ്വർണം പണയം വെക്കാൻ വേണ്ടിയിട്ട് ഇവൻ 5-6 അടി കുറേ പരിപാടിയൊക്കെ നോക്കിയെന്നാണ് പറയുന്നത്. എന്നിട്ടും ഇവള് പണയം വെച്ചില്ല. പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞ കാര്യമാണ്. പണയം വെക്കാതെ വന്നപ്പോഴത്തേക്ക് ഇവളെ അടിക്കുകയും ഇടിക്കുകയൊക്കെ. ഇവക്കിത് വേണം. നല്ല അടി അവൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയത്. ഇവനാണെങ്കിൽ ലോകത്തറയെന്നാണ് പറയുന്നത്. ഇവനെ നാട്ടിൽ നായ്ക്കാട്ടം റാഫി എന്നാണ് വിളിക്കുന്നത്.
അവസാനം ഇവളെ കൊണ്ട് കളയാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞിട്ടുള്ള പാലക്കാട്ടിലൂടെ കറങ്ങി വാളയാർ വഴി, വാളയാർ ചെക്ക് പോസ്റ്റ് വഴി തിരിച്ചു വരുന്ന സമയത്ത്, വാളയാർ എത്തുന്ന സമയത്താണ് പിടിക്കപ്പെടുന്നത്. ബാംഗ്ലൂരൊക്കെ പോയി ചുറ്റി കറങ്ങിയിട്ടാണ് വരുന്നത്. അപ്പം നോക്കിയോ, ഇതുപോലെ ഇറങ്ങിപ്പോകുന്ന പെണ്ണുങ്ങളൊന്ന് ആലോചിക്കണം. നിങ്ങളെ ഫ്യൂച്ചറാണ് തകരുന്നത്, നിങ്ങളെ ഭാവിയാണ് തകരുന്നത്, നിങ്ങളെ കുടുംബമാണ് തകരുന്നത്. ആ പൊന്നു പോലെ സ്നേഹിച്ച ആ പ്രവാസിയെ അങ്ങാര് ആ നാട്ടിൽ അങ്ങാര് സിൽപ്പറിട്ട് നടക്കുന്ന സമയത്ത് അങ്ങാർക്ക് ഇല്ലാഞ്ഞിട്ട് പോലും വെറും ഒരു സാധാരണക്കാരനായിട്ടുള്ളൊരു മനുഷ്യനാണ്, പാവപ്പെട്ട മനുഷ്യനാണ് അയാൾ. ഈ ഷഹല എന്ന് പറയുന്ന ഈ യുവതിക്ക് മേടിച്ചു കൊടുക്കുന്ന ഡ്രസ്സിൻ്റെയും അതുപോലെ മേടിച്ചു കൊടുക്കുന്ന ചെരുപ്പിൻ്റെയും വിലയും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ, കണക്കും കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോടീശ്വരന്മാരുടെ വൈഫുമാർ പോലും, പെണ്ണുങ്ങൾ പോലും അസൂയപ്പെട്ടു പോകുമെന്നാണ് പറയുന്നത്. അതുപോലെയാണ് ഇയാൾ ആ ഷാലയെ സംരക്ഷിച്ചതെന്നാണ് പറയുന്നത്. എന്നിട്ടും ഇവളൊക്കെ ഈ പരിപാടി കാണിക്കുമെന്നെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ പിന്നെ ഇതിനൊക്കെ ന്യായീകരിക്കുന്ന ആളുകളോട് എന്താണ് പറയാനുള്ളത്? ഒരിക്കലും ഞാൻ ഇതിനെ സപ്പോർട്ട് ചെയ്തില്ല. ഇനി ആരൊക്കെ വന്ന് എത്ര ന്യായീകരിച്ച് തെറി വിളിച്ച് ഈ മെഴുകിയാലും ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്തില്ല സുഹൃത്തുക്കളെ. ഞാൻ സപ്പോർട്ട് ചെയ്തില്ല. ആ പാവപ്പെട്ടവൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ 7 വയസ്സുള്ള കുഞ്ഞിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. ഓപ്പോസിറ്റുള്ള ആ 3 വയസ്സുള്ള കുഞ്ഞുങ്ങളുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. എത്ര കുടുംബമാണ് തകർന്നത് ഈ ഒരു തുച്ഛമായിട്ടുള്ളൊരു സുഖത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, എന്തായാലും ഞാനിവിടെ ഒരു വീഡിയോ വെച്ച് തരാം. ഇത് നിങ്ങൾ ഉറപ്പായിട്ടും കാണാം. തൃശ്ശൂർ ഇതിനു മുമ്പ് നമ്മളൊരു ഒളിച്ചോട്ടം കണ്ടായിരുന്നു. സ്വന്തം അനിയത്തിയുടെ സ്വന്തം ഭർത്താവ് കിട്ടിയിരിക്കുന്ന അനിയത്തിയെയും കൊണ്ടുവരുത്തൻ ഒളിച്ചോടിയിട്ട് അവൻ പറയുന്നത് എന്താണ്, ഞാൻ വരും. പെണ്ണുപിള്ളേടുത്ത് പറയുകയാണ്, പെണ്ണുപിള്ളേടുത്ത് മക്കളും പറയുകയാണ്, ഞാൻ വരും നിങ്ങളെയും കൂടെ കൊണ്ടുപോകാനെന്ന്. അതുപോലെയുള്ള നാണം കെട്ട വിവരമില്ലാത്ത കുറേ ടീംസുകളുണ്ടല്ലോ, ഇവന്മാരെയൊക്കെ സോഷ്യൽ മീഡിയയിൽ നാണം കെടുത്ത് തന്നെ വേണം, ഇവന്മാരെയും ഇവൾമാരെയും. എന്നാലേ ഇനിയൊരു ശകലമാരും ഇതുപോലുള്ള തൃശ്ശൂർ, അത് പിന്നെ വൻ കോമഡി, എൻ്റെ കാര്യമൊന്നും പറയാതിരിക്കുന്നതല്ല. അത് നിങ്ങൾ കണ്ടു കാണും. ഞാൻ ഒരു വീഡിയോ ഇവിടെ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കേ. എല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കും. ഞാനും വിഷ്ണു തമ്മിലുള്ള കല്യാണത്തിന് എനിക്ക് താല്പര്യമില്ല. എല്ലാവരും കൂടെ നിർബന്ധിച്ച കാരണമാണ് എല്ലാത്തിനും സമ്മതം മൂടിയത്. ഞാനും ഏട്ടനും വർഷങ്ങളോളം ഇഷ്ടത്തിലാണ്. അത് ഒരാൾക്ക് മാത്രമേ അറിയുള്ളൂ, ചേച്ചിക്ക് മാത്രമേ അറിയുള്ളൂ. ചേച്ചി ഒന്നും മിണ്ടാണ്ട് വെക്കായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഏട്ടനില്ലാണ്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ തന്നെയാണ് ഏട്ടനുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആരും അന്വേഷിക്കാനോ പിടിക്കാനോ ഒന്നും വരരുത്. വീട്ടുകാരുടെ നിർബന്ധത്തിനാണ് ഞാൻ എല്ലാത്തിനും ഇന്നവരെ സമ്മതിച്ചത്. അല്ലെങ്കിൽ ഇന്ന് ഏട്ടൻ പല നിർബന്ധിച്ചിട്ടോ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടോ ഒന്നും കൊണ്ടല്ല ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം. ഞങ്ങൾ പോയി കഴിഞ്ഞാലും ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രശ്നം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടാകരുത്. ഞങ്ങൾ അത്രയും ആത്മാർത്ഥത സ്നേഹിച്ച ആൾക്കാരാണ്. ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചുകൊണ്ട് ഞങ്ങൾ പോയി കഴിഞ്ഞാലും പിന്നെയും ഞങ്ങൾക്കൊരു പ്രശ്നം വരരുത്. അത്രയും ആത്മാർത്ഥമായി സ്നേഹിച്ച കാരണമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. എനിക്ക് ഏതല്ലാണ്ട് ഒരിക്കലും പറ്റില്ല. ഞങ്ങൾ അത്രയും ഇഷ്ടത്തിലാണ്, വർഷങ്ങളോളായിട്ട് ഞങ്ങൾ ഇഷ്ടത്തിലാണ്. ഞങ്ങൾ അന്വേഷിച്ച് ആരും വരരുത്. ഞങ്ങൾക്ക് പിരിയാൻ പറ്റില്ല രണ്ടുപേർക്കും. അങ്ങനെ പിന്നെ വീട്ടുകാർ നിജുവിനും എല്ലാ കാര്യങ്ങളും അറിയാം. എല്ലാതും അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനെല്ലാ തെളിവും അവളെ കയ്യിലുണ്ട്. ഈ തെളിവും അവളെ കയ്യിൽ തന്നെ കിട്ടുക. അപ്പോൾ ഒരിക്കലും ഞങ്ങൾ അന്വേഷിച്ച് വരരുത്. ഞാൻ വരും തിരിച്ചു വരും. എല്ലാ കാര്യവും ശരിയാക്കിയിട്ട് എനിക്ക് 2-3 ആൾക്കാരെ കൊണ്ടുപോകാണ്ട്. കണ്ടല്ലോ, ഇങ്ങനെയൊക്കെ വിവരമില്ലാത്ത കുറേ ആളുകളാണ് നമ്മളെ കേരളത്തിലുള്ളതെന്നായിരിക്കും. കേരളത്തിൽ മാത്രമല്ല, ഇത് എല്ലാ സംസ്ഥാനങ്ങളും നടക്കുന്നതാണ്. പക്ഷേ കേരളം പോലെ വിദ്യാഭ്യാസവും വിവരമുള്ള സ്ഥലങ്ങളിൽ ഇതൊക്കെ നടക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് സത്യം പറയാം നമുക്ക് ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഒരു ലോഡ് പുച്ഛം മാത്രമാണ് അല്ലേ. ഇനി ഞാനിവിടെ ഒരു യുവതി പറയുന്ന ഒരു വീഡിയോ ഒന്ന് വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടുപോകേ. കുട്ടീനെ ആർക്കും വിട്ടുകൊടുക്കുക എന്നുള്ള ഒരു കാര്യത്തിലും കൂടെ ആളുകൾക്ക് അറിയാനുള്ള ഒരുപാട് ജിജ്ഞാസയുണ്ട്. അപ്പോൾ ആ ജിജ്ഞാസയുടെ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വിവരം കൂടെ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നത്. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു വിദേശത്തു നിന്ന് ഒരു വളരെ ആഗ്രഹത്തോട് കാണാൻ വേണ്ടിയിട്ട് കുട്ടിയെയും ഭാര്യനെയൊക്കെ കാണാൻ വേണ്ടി വന്ന അദ്ദേഹത്തിന് ഉണ്ടായ അനുഭവം വളരെ വിഷമകരമായ വാർത്തയാണ്. അദ്ദേഹം വീടിനും തൻ്റെ കുടുംബത്തിനും വേണ്ടിയിട്ട് കഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് വിദേശത്ത് പോയി വീടും കുടുംബവും നാടും ഒക്കെ ഉപേക്ഷിച്ച് തൻ്റെ ഭാര്യനെയും മക്കളെയൊക്കെ കാണാതെ അദ്ദേഹം 1-2 വർഷം പോയി അവിടെ താമസിച്ച് കഷ്ടപ്പെട്ട് വന്ന് തിരിച്ച് കാണാൻ വേണ്ടിയിട്ട് ഓടി വന്നപ്പോഴത്തേക്കിന് ഭാര്യ കാണിച്ചിരിക്കുന്ന പ്രവൃത്തി
അത്രയധികം താങ്ങാൻ പറ്റത്തില്ലാത്തൊരു വിഷമത്തിൽ അതിൻ്റെ കൂട്ടത്തിൽ തൻ്റെ മകനെയും കൂടെ കൊണ്ടുപോയി എന്ന് പറയുമ്പോഴത്തേക്കിന് അദ്ദേഹത്തിന് ഒട്ടും പിടിച്ചു നിൽക്കാനാവില്ല. ആ ഒരു വിഷമമായിട്ട് അദ്ദേഹം സംസാരിച്ച വാക്കുകൾ എല്ലാവരിലേക്കും എത്തുകയും അങ്ങനെ തന്നെ അവരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം വിജയകരമായി മുന്നോട്ട് പോവുകയും പോലീസുകാരായാലും ഒരാഴ്ചക്കകം തന്നെ അവരെ കണ്ടുപിടിച്ചു. ഈ ജൂലൈ 16-ാം തീയതിയാണ് ഇവരെ കാണാതായത്. ഈ ജെയ്സൽ നാട്ടിൽ വന്നത് 21-ാം തീയതിയാണ്. അതുപോലെ തന്നെ 30-ാം തീയതി ആയപ്പോഴത്തേക്കിന് വാളയാറ് ചെക്ക് പോസ്റ്റിൽ വെച്ച് ഈ മുഹമ്മദ് റാഫിയെയും ഈ ഷെഹല ഷെറിനെയും കുട്ടിയെയും കണ്ടെത്തുകയും 31-ാം തീയതി കോടതിയിൽ എത്തിക്കുകയും കോടതി 31-ാം തീയതി കുട്ടീനെ പിതാവിന് കൈമാറുകയും ചെയ്തു. പിതാവിന് ആ സംരക്ഷണം പിതാവിന് നൽകുകയും ചെയ്തു. എന്തായാലും ആ ഒരു കാര്യത്തിൽ, കുട്ടിയുടെ കാര്യത്തിൽ എല്ലാവരും പ്രാർത്ഥിച്ചതും അത് തന്നെയാണ്. ആ കുട്ടീനെ വീണ്ടും കിട്ടണം, പിതാവിനെ തിരിച്ചു കിട്ടണം. അതുപോലെ തന്നെ ആ കുട്ടി സുരക്ഷിതനായിട്ട് തന്നെ ഈ മുഹമ്മദ് റാഫിയുടെയും ഷെഹല ഷെറിൻ്റെ അടുത്തുനിന്ന് സുരക്ഷിതനായിട്ട് തന്നെ തിരിച്ചു വരണം എന്നുള്ളൊരു പ്രാർത്ഥനയും ഒരുപാട് ആളുകളുടെ ഉണ്ടായിരുന്നു. ആ പ്രാർത്ഥനയൊക്കെ വിജയകരമായി മുന്നോട്ട് പോയി. ആ പ്രാർത്ഥനയുടെയൊക്കെ ഫലമായിട്ട് ആ കുട്ടിക്ക് യാതൊരു പോറൽ പോലും നേക്കാതെ ആ കുട്ടി സുരക്ഷിതനായിട്ട് അതിൻ്റെ പിതാവിൻ്റെ കരങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. വളരെ സന്തോഷമായ ഒരു വാർത്തയാണ് നിങ്ങളോട് ഈ ഒരു വിഷയത്തിൽ പറയുന്നത്. കുറേ ദിവസങ്ങളായിട്ട് 5-6 വീഡിയോളം ഞാൻ ഈ ഷെഹല ഷെറിനുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ആ വീഡിയോ കാണാൻ ശ്രമിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം വന്നിരിക്കുന്ന പുതിയൊരു വിവരമാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച്. അത് നിങ്ങളിലേക്ക് പങ്കിടണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി തന്നെ ആ ഒരു സന്തോഷകരമായ ഒരു വാർത്ത അത് നമുക്കെല്ലാവർക്കും വളരെ കണ്ടല്ലോ. ഇതുപോലുള്ള യുവതികളൊക്കെ രംഗത്ത് വരണം. കാരണം ഇനി ഇതുപോലെ ഒരു കുടുംബങ്ങളും തകരരുത്. ഇവിടെ ഈ സത്യം പറഞ്ഞാൽ ഈ ഷഹല എന്ന് പറഞ്ഞ ആ യുവതിക്ക് സത്യം പറഞ്ഞാൽ എന്തിൻ്റെ കേടായിരുന്നു എന്നാലോചിച്ച് നോക്കി. ഇപ്പം ആരെ ലൈഫ് പട്ടി നക്കി എന്നാലോചിച്ച് നോക്കി. ഈ സ്ത്രീയുടെ, ഈ യുവതിയുടെ ലൈഫല്ലേ പട്ടി നക്കിയിട്ടുള്ളത്. ഇൻ കേസ് അവൻ കൂടിപ്പോയ 1 മാസം 2 മാസം അവൻ എവിടെ പോകാനാണ്? അവൻ്റെ വീട്ടിൽ തന്നെ അവൻ നിൽക്കും. ലാസ്റ്റ് 2 മാസം കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ആ 3 മക്കളുള്ള ഭാര്യയുടെ അടുത്ത് പോയിട്ട് വീണ്ടും അവൻ കരഞ്ഞ് കാല് പിടിച്ചിട്ട് അവൻ വീണ്ടും ആ കുടുംബമായിട്ട് അവൻ പോവും. ഇവിടെ ഒറ്റപ്പെടുന്നതും ഇവിടെ അവമാനപ്പെട്ട് ജീവിക്കേണ്ടതാരാണ്? ഈ ഷഹലയാണ് ജീവിക്കേണ്ടത്. ഇത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്ന സ്ത്രീകൾ ഒരുപാടുണ്ട്. കല്യാണം കഴിച്ച സ്ത്രീകൾ ഇതുപോലെ കാമുകന്മാരുമായിട്ട് ഒരുപാട് പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്ന സ്ത്രീകളുണ്ട്. കെട്ടിയവൻ നാട്ടിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് മുങ്ങാന്ന് പറഞ്ഞ് ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്ന ടീംസുകളുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് വേണ്ടിയിട്ടും കൂടെയാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അവർക്ക് വേണ്ടിയിട്ടും കൂടെ നിങ്ങൾ ലൈക്ക് ചെയ്യണം. കാരണം ഇനി ഒരു ഷഹലയും ഒരു പ്രവാസി എന്നോ ഒരു നാട്ടിൽ നിൽക്കുന്ന ആളെന്നോ ഒരാളുടെ കണ്ണീരും കാണാൻ ഇടവരരുത്. അത് തിരിച്ചാണെങ്കിലും, അങ്ങോട്ടാണെങ്കിലും സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും. ഇനി ഞാനിവിടെ ഒരു വീഡിയോ വെച്ച് തരാം, നിങ്ങൾ സ്കിപ്പ് ചെയ്യില്ല. അപ്പം ഈ ഒരു അഡ്വക്കേറ്റ് പറയുന്ന കുറച്ച് കാര്യങ്ങൾ വേറൊന്നുമല്ല. നിങ്ങൾക്ക് യോജിച്ച് പോകാൻ താല്പര്യമില്ലെങ്കിൽ നിയമപരമായിട്ട് നിങ്ങൾ ബന്ധം ഒഴിഞ്ഞ് അന്തസ്സായിട്ട് പോകും. അതാകുമ്പോഴത്തേക്ക് അതിനൊരു അന്തസ്സുണ്ട്. സമൂഹത്തിന് മുമ്പിലായാലും വീട്ടുകാരുടെ മുമ്പിലായാലും നാട്ടുകാരുടെ മുമ്പിലായാലും കൂട്ടുകാരുടെ മുമ്പിലായാലും അതിനൊരു അന്തസ്സുണ്ട്. രണ്ടുപേരും താല്പര്യമില്ലാത്തതുകൊണ്ട് ബന്ധം ഒഴിഞ്ഞു പോയെന്ന് പറയാം. അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അങ്ങനെ ബന്ധം ഒഴിയാൻ ഇതുപോലെ ഒളിച്ചോടി എനിക്ക് ഇയാളുമായിട്ട് ജീവിക്കാൻ അല്ലെങ്കിൽ ഇവളുമായിട്ട് ജീവിക്കാൻ താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ വേറൊരാളോട് പോവാണ് എന്നൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. ഈ അഡ്വക്കേറ്റ് പറയുന്നത് നിയമപരമായിട്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കിയിട്ട് അതുപോലെ പോകുക. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഉറപ്പായിട്ട് പറയുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആ അഡ്വക്കേറ്റ് പറയുന്ന വീഡിയോയും കൂടെ ഒന്ന് കണ്ടുപോകേ. എനിക്ക് എല്ലാവരും ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾക്ക് ഇന്നൊരു മറുപടി തരാമെന്ന് കരുതി. ഒന്ന്, ഡിവോഴ്സിനുണ്ടാവുന്ന ചിലവുകൾ, പിന്നെ സമയം, ടൈം ആൻഡ് എക്സ്പെൻസസ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ 2 രീതിയിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അത് മ്യൂച്വൽ ഡിവോഴ്സും ഒന്ന് കണ്ടസ്റ്റിംഗ് ഡിവോഴ്സും. ഇത് രണ്ട് രീതിയാണ്. പ്രൊസീജിയർ എല്ലാം വളരെ വ്യത്യാസവുമുണ്ട്, എടുക്കുന്ന സമയവും വ്യത്യാസമുണ്ട്. ചിലവിനെക്കുറിച്ച് ഞാൻ ലേറ്ററായിട്ട് പറയാം. അപ്പോൾ ആദ്യം വന്നിട്ട് മ്യൂച്വൽ ഡിവോഴ്സ് എന്ന് പറയുന്നത് നമ്മളൊരു സിംഗിൾ പെറ്റീഷനാണ് ഫയൽ ചെയ്യുന്നത്. സിംഗിൾ പെറ്റീഷൻ 2 പേരും കൂടെ ചേർന്നിട്ട് ഒരു ജോയിൻറ്റ് പെറ്റീഷനായിട്ടാണ് മ്യൂച്വൽ ഡിവോഴ്സ് ഫയൽ ചെയ്യുന്നത്. മ്യൂച്വൽ ഡിവോഴ്സിന് നമുക്ക് 6 മാസത്തെ കാലാവധി, അതായത് സ്റ്റാറ്റ്യൂട്ടറി പീരീഡ് എന്ന് പറയുന്നത് 6 months ടൈമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അറിയാമല്ലോ, ഒരു വിവാഹ ബന്ധം വേർപെടുത്തണമെങ്കിൽ അതിൽ ഡിവോഴ്സ് ഫയൽ ചെയ്യണമെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് 1 കൊല്ലം കഴിയണം. അത് കഴിഞ്ഞ് എല്ലാ കേസും 1 കൊല്ലം കഴിഞ്ഞാൽ മാത്രമേ, അതായത് 1 year
കല്യാണം കഴിഞ്ഞിട്ട് 1 കൊല്ലം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഡിവോഴ്സ് ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ, കോടതി സ്വീകരിക്കത്തുള്ളൂ, ഫയലിലേ സ്വീകരിക്കത്തുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം 6 മാസം കൂടെ ഫയൽ ചെയ്തതിന് ശേഷം ഒരു 6 months കൂടെ മ്യൂച്വൽ ഡിവോഴ്സിന് വേണ്ടി വരും. മ്യൂച്വൽ ഡിവോഴ്സ് ഈ 6 മാസത്തെ സ്റ്റാറ്റ്യൂട്ടറി പീരീഡ് എന്ന് പറയുന്നത് നിർബന്ധമാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇത് മൊഴി കൊടുക്കുക, കോടതിയിൽ വാദം പറയുക, എവിഡൻസ് എടുക്കുക, വാദം പറയുക, കോടതിയുടെ സമയം അനുസരിച്ചിട്ട് ഒരു വിധി എഴുതുന്നതായിരിക്കും. വിധി പേർപ്പിട്ടും പ്രൊസീജിയർ എല്ലാം 6 മാസം കഴിയുമ്പോൾ തന്നെ കൂടിപ്പോൾ ഒരു 7 മാസം 8 മാസത്തിനുള്ളിൽ എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞിട്ടുണ്ടാവും മ്യൂച്വൽ ഡിവോഴ്സിന്. കണ്ടസ്റ്റിംഗ് ഡിവോഴ്സ് ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ്, വേറെ രീതിയിലാണ് പോകുന്നത്. കാരണം അത് 1 സൈഡ് ഡിവോഴ്സാണ്. മറ്റേ ആൾക്ക് ഡിവോഴ്സ് കൊടുക്കാൻ താല്പര്യമില്ല. ഇപ്പം ഭാര്യയ്ക്കാണെങ്കിലും ഭർത്താവിൻ്റെ ക്രൂവൽറ്റി കാരണം ജീവിക്കാൻ നിവർത്തില്ല, ഭർത്താവ് ഒട്ട് ഡിവോഴ്സ് കൊടുക്കുന്നുമില്ല. അങ്ങനെ വരുമ്പോൾ ഭാര്യ ഫയൽ ചെയ്യുന്നു. അത് 1 സൈഡ് ഡിവോഴ്സ്, കണ്ടസ്റ്റിംഗ് ഡിവോഴ്സ്. ഈ കണ്ടസ്റ്റിംഗ് ഡിവോഴ്സിന് ഒരിക്കലും നമുക്കൊരു സമയപരിധി പറയാൻ പറ്റില്ല. വേണമെങ്കിൽ ഒരു 4-5 കൊല്ലം പോവാം. അത് കഴിഞ്ഞ് താഴത്തെ കോടതി വിധിച്ചാൽ ചിലപ്പോൾ അപ്പീൽ ഹൈക്കോടതിയിൽ പോവാം, അവിടെ നിന്ന് നേരെ സുപ്രീം കോടതി വരെ പോവാം. അപ്പോൾ നമുക്ക് കണ്ടസ്റ്റിംഗ് ഡിവോഴ്സിനൊന്നും പറയാൻ പറ്റുന്നില്ല. എത്ര സമയത്തിനുള്ളിൽ, അതിൻ്റെ കാലാവധിക്കുള്ളിൽ ഇത് തീരുമെന്ന് പറഞ്ഞ് നമുക്ക് ഓടിപ്പോയാൽ കിട്ടുന്ന സാധനമല്ലല്ലോ ഡിവോഴ്സ്. മറ്റേ ആൾ തർക്കിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് സമയം നീണ്ടുകൊണ്ടേ പോകും. അപ്പോൾ കണ്ടസ്റ്റിംഗ് ഡിവോഴ്സ് ആദ്യം ഫയൽ ചെയ്യുന്നു, എതിർകക്ഷിക്ക് നോട്ടീസ് അയക്കുന്നു, എതിർകക്ഷി ഹാജരാകുന്നു, കൗൺസിലിംഗ് എടുക്കുന്നു, ചിലപ്പോൾ അവർ തമ്മിൽ ഒത്തുതീർപ്പാവുന്നു. ഇങ്ങനെ നമുക്കൊന്നും നേരത്തെ പറയാൻ പറ്റില്ല. എല്ലാവരും ചോദിക്കുന്നുണ്ട് സമയം എത്ര പെട്ടെന്ന്. പിന്നെ ഓടിപ്പോയി ഇത്ര സ്പീഡിലായിട്ട് നമുക്ക് ഒരു പേപ്പർ എഴുതി കൊടുത്തിട്ട് വാങ്ങുന്ന സാധനവും അല്ല ഡിവോഴ്സ്. കോടതി എപ്പോഴും അതിൻ്റേതായിട്ടുള്ള എല്ലാ വശങ്ങളും നോക്കിയതിന് ശേഷം മാത്രമേ ഒരു വിധി എഴുതത്തുള്ളൂ. ഒരു വിധി കോടതി ഓർഡർ ഇടണമെങ്കിൽ, വിധി എഴുതണമെങ്കിൽ എൻ്റെ പ്രൊസീജിയർ എല്ലാം കറക്റ്റായിട്ട് നോക്കിയിട്ട് മാത്രമേ കോടതി ഒരു വിധി എഴുതുള്ളൂ. അതിൻ്റേതായിട്ടുള്ള സമയമുണ്ട്. അപ്പോൾ കണ്ടസ്റ്റിംഗ് ഡിവോഴ്സിന് നമുക്ക് ഒരിക്കലും സമയപരിധി പറയാൻ പറ്റില്ല. ഇപ്പോൾ അവർ എതിർകക്ഷി വന്നില്ല, നോട്ടീസ് അയക്കുന്നു. നോട്ടീസ് എതിർകക്ഷിക്ക് അയക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കെതിരായിട്ട് ഇങ്ങനെ ഒരു കേസ് വന്നിട്ടുണ്ട്, എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ അഡ്വക്കേറ്റ് മുഖാന്തരമോ നേരിട്ടോ ഇത്രാം തീയതി ഇത്ര മണിക്ക് കോടതിയിൽ ഹാജരാകണം, നിങ്ങൾ വരാത്ത പക്ഷം നിങ്ങൾക്ക് തർക്കമില്ല എന്ന് കണ്ട് വാദിക്ക് അനുകൂലമായി വിധി ഉണ്ടാകുന്നതാണ് എന്നാണ് കോടതി നോട്ടീസ് അയക്കുന്നത്. അപ്പോൾ അവർ വന്നില്ല എങ്കിൽ എക്സ് പാർട്ടി വിധിയായിട്ട് വാദിക്ക് അനുകൂലമായിട്ട് കിട്ടും. ഇത് എക്സ്പാർട്ടിനെ കുറിച്ചൊക്കെ ഞാൻ വേറെ പറഞ്ഞിട്ടുണ്ട്. ഞാനതിൻ്റെ ടൈമാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഇതാണ് മ്യൂച്വൽ ഡിവോഴ്സ് ആണെങ്കിൽ ഒരു 6 മാസം, കണ്ടസ്റ്റിംഗ് ഡിവോഴ്സ് ആണെങ്കിൽ അൺലിമിറ്റഡ്, നമുക്ക് ടൈം പറയാൻ പറ്റില്ല. പിന്നെ വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. എക്സ്പെൻസ് നമുക്ക് ഒരിക്കലും ഇത്ര രൂപ ആവും അല്ലെങ്കിൽ ഇത്രയാവും എന്ന് പറയാൻ പറ്റില്ല. ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ അഡ്വക്കേറ്റ് ഫീ. വക്കീലിൻ്റെ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ വക്കീലിന് ആവശ്യപ്പെടുന്ന തുക, വക്കീൽ എടുക്കുന്ന എഫേർട്ട് അനുസരിച്ചിട്ട്, ഇപ്പം ഞാൻ എൻ്റെ ഫീസ് ആയിരിക്കില്ല വേറൊരാൾക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത്രമാത്രം ലീഡിങ് ആയിട്ടുള്ള ലോയേഴ്സ് ചെയ്യുന്നത്, ജൂനിയേഴ്സ് ചെയ്യുന്നത്, ഇതെല്ലാം വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. അവരവരാണ് അവരവരുടെ ഫീസ് അഡ്വക്കേറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം ഇതിനൊരു ഫിക്സഡ് തുക ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. റീസണബിൾ ആയിട്ട് എമൗണ്ട് ആയിരിക്കും അഡ്വക്കേറ്റ് വാങ്ങുന്നത്. അത് അവരുടെ കഴിവ്, അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ ഡെഡിക്കേഷൻ, അവർക്ക് ആ കേസിലോട്ടുള്ള ആത്മാർത്ഥതയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും അഡ്വക്കേറ്റ് ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഒരിക്കലും എക്സ്പെൻസ് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു സൈഡിൽ പറയണം എനിക്ക് കാശില്ല, എനിക്ക് കേസ് നടത്താനില്ല. ഇപ്പോൾ ചില സ്ത്രീകൾ എന്നെ വിളിക്കാറുണ്ട്, കുട്ടികൾക്ക് ചിലവിന് തരുന്നില്ല മാഡം, എനിക്ക് കേസ് നടത്താനും കോടതി പോയി നടത്താനൊന്നും എനിക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ലീഗൽ സർവീസ് അതോറിറ്റി, എല്ലാ ജില്ലകളിലും ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഓഫീസുകളുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി നേരിട്ട് ഒരു അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ പാനലിൽ കുറേ അഡ്വക്കേറ്റ്സ് ഉണ്ടാവും. ഈ അഡ്വക്കേറ്റ്സിന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ലീഗൽ സർവീസ് അതോറിറ്റി അപ്പോയിൻ്റ് ചെയ്ത് തരും. നിങ്ങൾക്ക് 5 പൈസയുടെ ചിലവുണ്ടാവില്ല. അവരിതൊരു ഗവൺമെൻറ് ഫണ്ടാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ അഡ്വക്കേറ്റ് കോടതിയിൽ ഹാജരാകും. എല്ലാ ജില്ലകളിലും ഉണ്ട് ലീഗൽ സർവീസ് അതോറിറ്റി. അങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് എങ്കിൽ, നിങ്ങൾക്ക് കേസ് നടത്താൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ ലീഗൽ സർവീസ് അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെടുക. നിങ്ങളുടെ അടുത്തുള്ള എല്ലാ ജില്ലാ കോടതികളിലും ലീഗൽ സർവീസ് അതോറിറ്റി ഉണ്ടാവും. അവിടെ നിങ്ങളൊരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, കുട്ടികൾക്ക് ചിലവിന് കിട്ടാനൊക്കെ അവിടെ നിന്നൊരു അവരുടെ പാനലിലുള്ള അഡ്വക്കേറ്റ് ഉണ്ടാവും. നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് യാതൊരു ഫീസും കാര്യങ്ങളും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതാണ് എൻ്റെ പൊതുവിലുള്ള എക്സ്പെൻസസിനെ കുറിച്ചും ടൈമിനെ കുറിച്ചും ഞാൻ ഒരുപാട് ചോദ്യങ്ങൾ എനിക്ക് വന്നു. ഓരോ പ്രാവശ്യവും മറുപടി പറയുമ്പോൾ മടിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ചോദിച്ചു. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം. See you.